ആരിലും കൗതുകമുണർത്തുന്ന സ്കൂട്ടർ സൈക്കിളാണ് ഇപ്പോൾ അരൂരിലെ താരം. അരൂർ സ്വദേശി മനോജാണ് ഒറ്റനോട്ടത്തിൽ ബജാജ് സ്കൂട്ടർ എന്ന് തോന്നിപ്പിക്കുന്ന സ്കൂട്ടർ സൈക്കിൾ നിർമ്മിച്ചിരിക്കുന്നത്. ആക്രിക്കടകളിൽ നിന്നും സംഘടിപ്പിച്ച ബജാജ് സ്കൂട്ടറിന്റെ മുൻഭാഗവും സൈക്കിളിന്റെ ചെയിൻ ഉൾപ്പെടെയുള്ള പിൻഭാഗവും ചേർത്താണ് ഈ സൈക്കിൾ സ്കൂട്ടർ നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനോജ് മെട്രോ 7 ന്യൂസിനോട്. പോലീസിനെയും ദേശീയപാതയിലെ AI ക്യാമറകളെയും ഒട്ടും പേടിക്കാതെ ഹെൽമറ്റില്ലാതെ വാഹനമോടിക്കാൻ ധൈര്യമുള്ള ഒരാൾ ചന്തിരൂർ പഴയ പാലത്തിന് സമീപം ശാസ്താങ്കൽ വെളി എന്ന വീട്ടിൽ താമസിക്കുന്നുണ്ടെന്നറിഞ്ഞാണ് മെട്രോ 7 ന്യൂസ് അവിടേക്ക് ചെന്നെത്തിയത്. ഒരു കൊച്ചു വീടും അതിനോട് ചേർന്നുള്ള ആലയും കണ്ടുകൊണ്ട് കയറി ചെല്ലുമ്പോൾ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് മനോജ് എന്ന നാടൻ എഞ്ചിനീയർ. ജനിതകമാറ്റം വരുത്തിയ സ്കൂട്ടർ മുഖമുള്ള ഒരു സൈക്കിൾ മഞ്ഞച്ചിരിയോടെ മുറ്റത്ത് കിടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. മനോജ് ഡിസൈൻ ചെയ്തു നിർമ്മിച്ചതും ഒറ്റനോട്ടത്തിൽ ബജാജ് സ്കൂട്ടർ എന്ന് തോന്നിക്കുന്നതുമായ സൈക്കിളാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ താരം. വർക്ക്ഷോപ്പിൽ ലഭിക്കുന്ന ഇടവേളകളിൽ ആക്രിക്കടകളിൽ നിന്നും സംഘടിപ്പിച്ച ബജാജ് സ്കൂട്ടറിന്റെ മുൻഭാഗവും സൈക്കിളിന്റെ ചെയിൻ ഉൾപ്പെടെയുള്ള പിൻഭാഗവും ചേർത്താണ് ഈ സൈക്കിൾ സ്കൂട്ടർ നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനോജ് പറയുന്നു. സുഗമമായി ഓടിക്കാൻ സൗകര്യപ്പെടുന്ന വിധത്തിൽ ഗിയർ സംവിധാനവും സൈക്കിളിലുണ്ട്. അരൂരിലെയും ചന്തിരൂരിലെയും തെരുവുകളിലൂടെ ഈ സ്കൂട്ടർ സൈക്കിൾ പാഞ്ഞുപോകുന്നത് കാണുമ്പോൾ വഴിയാത്രക്കാർ കൗതുകത്തോടെ ചെറുചിരിയോടെ കൈവീശി കാണിക്കുന്നത് മനോജിൽ ഏറെ സംതൃപ്തി ഉളവാക്കുന്നു. ഇത്തരം സ്കൂട്ടറുകൾക്ക് പല പ്രദേശത്തു നിന്നും ആവശ്യവും ഉയരുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് വാങ്ങാൻ കഴിയും വിധം ചിലവ് കുറഞ്ഞ എക്സസൈസ് വർക്കൗട്ട് മെഷീൻ നിർമ്മിക്കാനും അദ്ദേഹത്തിന് പദ്ധതിയുണ്ട്. എക്സർസൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനം അത് ചെയ്തെടുക്കണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട് മനസ്സിൽ. അത് കാലിനും കൈക്കും ഇത്തിരി ബലം വരുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ആലോചനയിലിരിക്കും. സൈക്കിൾ സ്കൂട്ടറിനെ ഇലക്ട്രിക് സൈക്കിൾ സ്കൂട്ടറാക്കുകയാണ് മനോജിന്റെ അടുത്ത ലക്ഷ്യം. ഭിന്നശേഷിക്കാരനായ സുഹൃത്തിന് സഹായത്തിനായി മുച്ചക്ര സൈക്കിൾ സ്കൂട്ടർ ഇലക്ട്രിക് സംവിധാനത്തിലൊരുക്കാനും താല്പര്യമുണ്ടെന്നും മനോജ് പറഞ്ഞു. ഇതിനായി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും സാമ്പത്തികമായും മറ്റു പല രീതികളിലുമുള്ള പ്രോത്സാഹനമാണ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടത്. ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു ആക്സിഡന്റ് കാല് മുറിഞ്ഞതാണ്. അപ്പോൾ പുള്ളിക്കാരന് ഒരു 3 വീല് വെച്ച് സ്കൂട്ടർ സൈക്കിളായിട്ട് തന്നെ മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് അതങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ എനിക്കും ഉണ്ട്, അങ്ങനെ ചെയ്യണം. മനോജിന്റെ അച്ഛൻ ദാമോദരൻ ആചാര്യക്കും ജ്യേഷ്ഠൻ മണിയപ്പൻ ആചാര്യക്കും പരമ്പരാഗതമായി ആലയുണ്ടായിരുന്നു. അവരുടെ മരണത്തോടെയാണ് മനോജ് അത് ഏറ്റെടുത്തത്. കൂടാതെ വാഹനങ്ങളുടെ പാച്ച് വർക്ക് ജോലികളും ചെയ്തു വരികയാണ് മനോജ്. ഭാര്യ മിനിയും മക്കളായ അക്ഷയ് കൃഷ്ണയും അക്ഷരയും മനോജിന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, അരൂർ. ചൈനീസ്, മലായി, സ്പാനിഷ് അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിലെ തീരത്തിന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടിയൻ, പനമ്പള്ളി നഗർ.